ഹായ് ഫ്രണ്ട്സ്, വിവിൻ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്, അതായത് പി എസ് സിയിലെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത് അതിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. എന്താണ് ഈ PYQ, എന്തിനാണ് PYQ പഠിക്കണമെന്ന് പറയുന്നത്, അതുപോലെ ഒരു PYQ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ PYQ എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. നിങ്ങൾ PSCയിൽ തുടക്കക്കാരാണോ, അതോ വർഷങ്ങളായി PSC പഠിക്കുന്നവരാണോ, അതുമല്ലെങ്കിൽ PSC ഏജ് ബാർ കടന്ന് പഠനം നിർത്തി ഇപ്പോൾ PSC അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഉയർത്തിയ ശേഷം വീണ്ടും ഒരു ഉദ്യോഗാർത്ഥിയായി PSC പഠനത്തിലേക്ക് ഇറങ്ങിയവരാണോ എങ്കിൽ നിങ്ങൾ നിശ്ചയമായും ഈ വീഡിയോ കണ്ടിരിക്കണം. നിങ്ങൾ ഏത് പില്ലറിൽ ഉള്ള ഉദ്യോഗാർത്ഥിയായിരുന്നാലും PSCയിൽ PYQ പഠനം എന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ്. എങ്ങനെ PYQ പഠനം എഫക്റ്റീവായി കൂടെ കൂട്ടാമെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിശകലനം നടത്തുന്നതിലൂടെ നമുക്ക് എക്സാം പാറ്റേൺ കൃത്യമായി കണ്ടെത്താനും സിലബസിലെ ഹോട്ട് ടോപ്പിക്സ് കണ്ടെത്താനും എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്നും മനസ്സിലാക്കാനാകും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠനത്തിലൂടെ PSCയുടെ പൾസ് നമുക്ക് കണ്ടെത്താൻ കഴിയും. 5-6 വർഷങ്ങൾക്ക് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ 2026 നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ താരതമ്യം ചെയ്താൽ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വന്ന ആ വലിയ മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2020-2021 കാലഘട്ടത്തിന് മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും കൂടുതലായിരുന്നു. എന്നാൽ 2021 ശേഷമുള്ള ക്വസ്റ്റ്യൻ പാറ്റേണിൽ വലിയ മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം നന്നായി കുറയുകയും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന പുതിയ പാറ്റേണിലേക്ക്, അതായത് പുതിയ പരിഷ്കാരത്തിലേക്ക് PSC എത്തിച്ചേരുകയും ചെയ്തു. റെഗുലറായി PYQ അനാലിസിസ് നടത്തുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് PSCയിലെ ഇമ്പോർട്ടൻ്റ് ഏരിയ പെട്ടെന്ന് കണ്ടെത്താനാകും. PSC റെഗുലറായി ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ ഭാഗം കീറിമുറിച്ച് പഠിക്കുക എന്നതാണ് പിന്നീട് നമ്മുടെ ടാസ്ക്. പിന്നീട് ആ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. PYQ പ്രാക്ടീസ് ചെയ്യുന്നത് നിർബന്ധമായും OMR ഷീറ്റിൽ തന്നെ ആയിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നത് വലിയൊരു ടാസ്ക് ആയിരിക്കും. അതിനാൽ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ 20-25 ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ 20 ക്വസ്റ്റ്യൻ്റെയും 2 അല്ലെങ്കിൽ 3 റിലേറ്റഡ് ഫാക്ട്സ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പഠനം മുന്നോട്ട് പോകേണ്ടത്. എത്രയൊക്കെ മാറ്റങ്ങൾ വന്നാലും PSC പരീക്ഷകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏകദേശം 50% മുതൽ 60% വരെയുള്ള ചോദ്യങ്ങൾ ആവർത്തനങ്ങളായിരിക്കും. അത് നേരിട്ടുള്ള ചോദ്യങ്ങളാകാം, അല്ലെങ്കിൽ മുൻപ് ചോദിച്ച ടോപ്പിക്കുകളിൽ നിന്നുള്ള അനുബന്ധ വിവരങ്ങളാകാം. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് PSCയുടെ ക്രേസ് മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു വഴി വേറെയില്ല. നമ്മുടെ കയ്യിലുള്ള സിലബസ് കടൽ പോലെയാണെങ്കിലും അതിൽ എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് തിരിച്ചറിയാൻ PYQ നമ്മെ നന്നായി സഹായിക്കും. ഇനി നമുക്ക് PYQയുടെ പഠന രീതി നോക്കാം. വെറുതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഉത്തരങ്ങൾ ടിക്ക് ചെയ്തു പോവുകയല്ല വേണ്ടത്. പകരം ഓപ്ഷൻ അനാലിസിസ് ആണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഉദാഹരണത്തിന്, ഒരു ചോദ്യത്തിൽ ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷം ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചതെങ്കിൽ ബാക്കിയുള്ള 3 ഓപ്ഷനുകളിലെ വർഷങ്ങൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത് എന്നുകൂടി പഠിക്കുക. ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഹിസ്റ്ററിയിലെ PYQകൾ മാത്രം ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇത് ആ വിഷയത്തിലുള്ള നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടും. ഓരോ ചോദ്യത്തോടൊപ്പവും ആ ടോപ്പിക്കിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. പലർക്കും തലവേദനയാകുന്ന ഭാഗമാണ് മാത്സും ഇംഗ്ലീഷും. സത്യം പറഞ്ഞാൽ ഈ 2 ഭാഗത്തു നിന്നും പുതിയ ചോദ്യങ്ങൾ വരുന്നത് വളരെ കുറവാണ്. മാത്സിലെ മോഡലുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഓരോ ദിവസവും ചുരുങ്ങിയത് 10 മുൻവർഷ ഗണിത ചോദ്യങ്ങൾ എങ്കിലും ചെയ്തു പഠിക്കുക. ഇംഗ്ലീഷ് ഗ്രാമറിലെ നിയമങ്ങൾ ഒരിക്കലും മാറുന്നില്ല, ചോദ്യങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ. അത് മനസ്സിലാക്കി പഠിച്ചാൽ ഫുൾ മാർക്ക് ഉറപ്പിക്കാവുന്നതാണ്. PSC പഠനത്തിലിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി കുറഞ്ഞത് 2021 ശേഷമുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്തിരിക്കണം. നിങ്ങളുടെ ഡെയിലി സ്റ്റഡി പ്ലാനിൽ 30% സമയം PYQ പഠനത്തിനായിട്ട് മാറ്റിവെക്കുക.
ഒരു മിസ്റ്റേക്ക് ബുക്ക് കൂടെ കരുതാവുന്നതാണ്. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തെറ്റുന്ന ചോദ്യങ്ങൾ ഇതിൽ എഴുതി വയ്ക്കുക. പരീക്ഷയുടെ തലേദിവസം ഈ ബുക്ക് മാത്രം റിവൈസ് ചെയ്യുക. ഇത് നിങ്ങളുടെ തെറ്റുകൾ ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പിക്കാൻ സഹായിക്കും. റിവിഷനാണ് PSC വിജയത്തിൻ്റെ താക്കോൽ എന്ന് മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ. ശരിയായ അനാലിസിസ്, ആവർത്തിച്ചുള്ള പ്രാക്ടീസ്, കൃത്യമായ റിവിഷൻ. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി നേടിയെടുക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.